ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് ഈ ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് എന്താ പറയുന്നത്, എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. പക്ഷേ എന്തൊക്കെയോ കാരണം കൊണ്ട് നമുക്കതൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇന്നൊരു തുടക്കമിട്ടിരിക്കുവാണ് നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് വരുന്നത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഏട്ടന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമായിരുന്നു. ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്തിരുന്ന ചപ്പാത്തിയും കുറുമയും ഉണ്ടാക്കാമെന്നായിരുന്നു. കുറുമ ഓൾറെഡി റെഡി ആയിരുന്നു. അപ്പം ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഏട്ടൻ പറഞ്ഞു, എടി എനിക്കിന്ന് ചപ്പാത്തി കഴിക്കാൻ ഒരു മൂഡില്ല, നീ എന്നാൽ പൂരി ഉണ്ടാക്ക് എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു, ഇനി പൂരി ഉണ്ടാക്കണമെങ്കിൽ പിന്നെയും ചെറുതായിട്ടെല്ലാം കുഴച്ച് പരത്തണമല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഏട്ടൻ പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യ്, ആ ചപ്പാത്തി ഉണ്ടാക്കിയത് 4ആയിട്ട് മുറിക്കുക, എന്നിട്ട് എണ്ണയിൽ ചുട്ട് എടുക്കുക, അപ്പോൾ പൂരി ആവുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു, ശരിയാണല്ലോ, നല്ല ഐഡിയ ആണല്ലോ. അപ്പം ഒരു പരത്തലിൽ തന്നെ നമുക്ക് 4 പൂരിയും കിട്ടും, അത്രയും ടൈമും എഫേർട്ടും കുറയും ല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തെടുത്തു. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് പൂരി ചുടാൻ തുടങ്ങി. പൂരി ചുട്ടപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അത് കണ്ടപ്പം നമുക്ക് സമോസയുടെ ഒരു ഫീലായിരുന്നു വന്നത്. സമോസ ഇരിക്കുന്ന പോലെ ട്രയാങ്കുലർ ഷേപ്പിലല്ലേ വെട്ടിയത്. അപ്പം അത് കണ്ടപ്പം ഭയങ്കര ഒരു എന്താ പറയുന്നത്, വട്ടത്തിലുള്ള പൂരി കഴിച്ച് പെട്ടെന്ന് ഷേപ്പ് മാറിയപ്പോഴത്തേക്കും എന്തോ ഒരു മനസ്സിനൊരു സന്തോഷം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പൂരിയെല്ലാം ഉണ്ടാക്കി ചുട്ടെടുത്ത് ഏട്ടന് ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തേത് കൊടുത്തു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഒരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മുടെ ചാനൽ. അപ്പോൾ ഇതുപോലെ വേറെയും വീഡിയോസൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്ത് വരുന്നതായിരിക്കും. താങ്ക്